ആ ഉള്ളങ്ങളെ തുറന്ന് വായുകളെ തുറന്ന് കർത്താവിനോട് പറഞ്ഞ നിന്റെ സാന്നിധ്യം, നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ. നീ കൂടെ പോരുന്നില്ലേ എനിക്കാരുമില്ലേ. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ. നീ കൂടെ പോരുന്നില്ലേ എനിക്കാരുമില്ലായേ. ആരുമില്ലായേ, എനിക്കാരുമില്ലായേ. എൻ്റെ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. ആരുമില്ലായേ, എനിക്കാരുമില്ലായേ. എൻ്റെ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ. നീ കൂടെ നീരുന്നില്ലേ എനിക്കാരുമില്ലായേ. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ. നീ കൂടെ പോരുന്നില്ലേ എനിക്കാരുമില്ലായേ. ആരുമില്ലായേ, എനിക്കാരുമില്ലായേ. എൻ്റെ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. ആരുമില്ലായേ, എനിക്കാരുമില്ലായേ. എൻ്റെ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. സാന്നിധ്യം മതി എനിക്ക്, വേദനയിൽ ചൂളയതിൽ സാന്നിധ്യം മതി എനിക്ക്. കണ്ണുനീർ താഴ്വരയിൽ സാന്നിധ്യം മതി എനിക്ക്, വേദനയിൽ ചൂളയതിൽ സാന്നിധ്യം മതി എനിക്ക്. ആരോരുമില്ലാതെ അലയുന്ന വേളയിലും നിൻ സാന്നിധ്യം മതി എനിക്ക്. ഓ ആരോരുമില്ലാതെ അലയുന്ന വേളയിലും നിൻ സാന്നിധ്യം മതി എനിക്ക്. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ. നീ കൂടെ നീരുന്നില്ലേ എനിക്കാരുമില്ലായേ. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ. നീ കൂടെ പോരുന്നില്ലേ എനിക്കാരുമില്ലായേ. ആരുമില്ലായേ, എനിക്കാരുമില്ലായേ. എൻ്റെ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. ആരുമില്ലായേ, എനിക്കാരുമില്ലായേ. എൻ്റെ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. പകൽ എൻ്റെ ഉള്ളം കൊണ്ടത് കൊതിച്ച് വാഞ്ചിച്ച കർത്താവ്, എനിക്ക് ആരുമില്ലെങ്കിലും അപ്പാ നീ എനിക്ക് തുണയായുണ്ട്. നീ എൻ്റെ വലതുപക്ഷത്തുണ്ട്, എനിക്ക് ബലമായി, എൻ്റെ സംഗീതമായി, എൻ്റെ കോട്ടയായി. ആ ഉറപ്പുള്ളവരെല്ലാവരും ഒന്ന് പറഞ്ഞേ, ആരുമില്ലെങ്കിലും എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. ഏകാന്തതയിലായാലും വെല്ലുവിളിയിലായാലും തകർച്ചയിലായാലും ആരുമില്ലെങ്കിലും എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്. പത്മോസിൻ ഏകതയിൽ സാന്നിധ്യം മതി എനിക്ക്,
ഹോരേബിനുന്നതിയിൽ സാന്നിധ്യം മതി എനിക്ക്, പത്മോസിനേകതയിൽ സാന്നിധ്യം മതി എനിക്ക്, ഹോരേബിനുന്നതിയിൽ സാന്നിധ്യം മതി എനിക്ക്. ആരോരുമില്ലാതെ ഏകനായി തീർന്നാലും നിൻ സാന്നിധ്യം മതി എനിക്ക്. ആരോരുമില്ലാതെ ഏകനായി തീർന്നാലും നിൻ സാന്നിധ്യം മതി എനിക്ക്. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ, നീ കൂടെ നീരുന്നില്ലേ എനിക്കാരുമില്ലായേ. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ, നീ കൂടെ നീരുന്നില്ലേ എനിക്കാരുമില്ലായേ. ആരുമില്ലായേ, എനിക്കാരുമില്ലായേ, എൻ്റെ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. ആരുമില്ലായേ, എനിക്കാരുമില്ലായേ, എൻ്റെ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. ആരുമില്ലായേ എന്ന് പകൽ നേരം ഉറപ്പോടെ പറ, എനിക്ക് ആരുമില്ലെങ്കിലും എന്നെ ചാരത്തണയ്ക്കുന്നൊരു കർത്താവ് അവനപ്പൻ എൻ്റെ പകൽ ഇന്ന് മധ്യമുണ്ട്. ഉറപ്പോടൊന്ന് വിശ്വസിക്കുന്ന ഉള്ളങ്ങളെ തുറന്നത് വിളിച്ചേ. ഓ ആരുമില്ലായേ, എനിക്കാരുമില്ലായേ, എൻ്റെ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. ഉറപ്പോടൊന്ന് പാടിയേ. ആരുമില്ലായേ, എനിക്കാരുമില്ലായേ, എൻ്റെ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. ആരുമില്ലായേ, എനിക്കാരുമില്ലായേ, എൻ്റെ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. കണ്ണുനീർ താഴ്വരയിൽ സാന്നിധ്യം മതി എനിക്ക്, വേദനയിൽ ചൂളയതിൽ സാന്നിധ്യം മതി എനിക്ക്. കണ്ണുനീർ താഴ്വരയിൽ സാന്നിധ്യം മതി എനിക്ക്, വേദനയിൽ ചൂളയതിൽ സാന്നിധ്യം മതി എനിക്ക്. ആരോരുമില്ലാതെ അലയുന്ന വേളയിൽ നിൻ സാന്നിധ്യം മതി എനിക്ക്. ഓ ആരോരുമില്ലാതെ അലയുന്ന വേളയിലും നിൻ സാന്നിധ്യം മതി എനിക്ക്. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ, കൂടെ പോരുന്നില്ലേ എനിക്കാരുമില്ലായേ. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഈ പകൽ നിന്റെ സാന്നിധ്യം ഞങ്ങൾ യാചിക്കുന്നു കർത്താവേ. വേറെ ഒന്നിനെ ഞങ്ങൾ തൃപ്തപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവേ. ഈ പകലും നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ നിറയ്ക്കുമെന്ന് പ്രാർത്ഥിക്കുന്നത്. ആരുമില്ലായേ, എനിക്കാരുമില്ലായേ, എൻ്റെ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. ആരുമില്ലായേ, എനിക്കാരുമില്ലായേ, എൻ്റെ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ.
യേശുവേ ആരാധ്യ ദൂതന്മാർ വാഴ്ത്തിയിടും ആരുമില്ലായേ എനിക്കാരുമില്ലായേ എൻ്റെ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. അവന്റെ നാമത്തെ ഉറക്കെ വിളിച്ചു. ആരുമില്ലായേ. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു നാമം. യേശുവല്ലാതെ എനിക്കാരുമില്ലായേ ആരുമില്ലായേ എനിക്കാരുമില്ലായേ എൻ്റെ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. ഉമനെ സിക്കിരേ 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 ഉമനെ സിക്കിരേ. കർത്താവോട് പറ, ഞാൻ തന്നെ സ്നേഹിക്കുന്നു കർത്താവേ. അളവിൽ കൂടുതലായി എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ കൂടുതലായി കർത്താവേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അമ്മ, നിന്റെ സാന്നിധ്യം സ്നേഹിക്കുന്നു കർത്താവേ. ഉമനെ സിക്കിരേ ഉമനെ സിക്കിരേ ഉമനെ സിക്കിരേ ഉമനെ സിക്കിരേ. പകൽ നേരം നിന്റെ സാന്നിധ്യം ഞങ്ങൾ വാഞ്ചിക്കുന്നു കർത്താവേ. വേറെ ഒന്നും വേണ്ട കർത്താവ്, വേറെ ഒന്നും ഈ പകൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കർത്താവേ. അപ്പാ ഈ സാന്നിധ്യം കർത്താവ്, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇറങ്ങി നിന്നാൽ കർത്താവേ. വേറെ ഒന്നിനാലും ഞങ്ങൾ തൃപ്തപ്പെടുത്തില്ല കർത്താവ്, വേറെ ഒന്നിനാലും ഞങ്ങൾ ഉള്ളങ്ങൾ ആഗ്രഹിക്കുന്നില്ല കർത്താവേ. ഈ പകലിൽ കർത്താവ് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നിൽക്കുവാൻ, നിന്റെ സാന്നിധ്യത്തിന്റെ ചിറകിൽ കീഴിൽ നടക്കുവാൻ കർത്താവേ ആഗ്രഹിക്കുന്ന എല്ലാവരും ഉള്ളങ്ങളെ തുറന്ന് കർത്താവോട് പറ, എനിക്ക് വേറെ ആരുമില്ലെങ്കിലും വേറെ ഒന്നുമില്ലെങ്കിലും കർത്താവേ നീ മാത്രം മതിയെന്ന്. ആരുമില്ലായേ എനിക്കാരുമില്ലായേ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ ആരുമില്ലായേ എനിക്കാരുമില്ലായേ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ ആരുമില്ലാതെ എനിക്കാരുമില്ലായേ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഒരു കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ച വിഷയങ്ങൾ ഓർമ്മയുള്ളവർ അവൻ ദയവായി കരം ഉയർത്താമോ? ഹല്ലേലൂയ. വിശ്വാസത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വിശ്വാസത്തെ ചിലതിനെ കാണുന്നതിനെ പറ്റി. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്താൽ നമ്മൾ ചില സ്റ്റെപ്പുകൾ വെക്കുന്നതിനെ പറ്റി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുമായി ബന്ധപ്പെട്ട് തന്നെ ആമേൻ ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ മേൽ ഈ വചനം ആക്റ്റീവാകും. ആമേൻ. ഹല്ലേലൂയ. ഇന്നിവിടെ ആരൊക്കെ ഉണ്ടെന്നുള്ളതല്ല വിഷയം. ആമേൻ. സ്വർഗം നിങ്ങളുടെ മേൽ ചിലത് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. 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 അവൻ വചനം നിങ്ങളുടെ മേൽ ആക്ട് ചെയ്യാൻ പോകുക. അന്ന് വിശ്വസിച്ചിട്ട് വിളിച്ചു പറ, എൻ്റെ മേൽ വചനം ആക്ട് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയായി വ്യാപരിക്കും. അവൻ നശിച്ചു പോകുന്നവർക്ക് ഇത് ഭോഷത്വമായി. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്നവർക്ക് ഇന്ന് പകൽ അവൻ എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയായി. ഹല്ലേലൂയ. അവൻ വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി അവൻ ഈ വചനം എൻ്റെ മേൽ ആക്ട് ചെയ്യാൻ പോകുന്നു.
ഹല്ലേലൂയ. ദൈവശക്തിയായി എൻ്റെ കുടുംബത്തിൽ ഇത് വെളിപ്പെടാൻ പോകുന്നു, എൻ്റെ തലമുറയ്ക്കകത്തേക്ക്. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്താൽ ഞാനത് കാണുന്നു. നമ്മൾ ആ പറഞ്ഞ ഭാഗവുമായി കണക്ട് ചെയ്ത് ചില കാര്യങ്ങൾ പറയാം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബൈബിളിലെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ ദയവായി വായിക്കാമോ? 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അമ്മേ. ഹല്ലേലൂയ. എന്താ സൃഷ്ടിച്ചേ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആമേൻ. ഒരു വാക്യം കൂടെ അതുമായി ബന്ധപ്പെട്ട് വായിക്കാം. ആമേൻ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, കൊലോസ്യർ എഴുതിയ ലേഖനം, ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ 15-ാമത്തെ വാക്യം. അതിൻ്റെ 15-ാമത്തെ വാക്യം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. മതി മതി. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. ആരെ പറ്റിയാ പറയുന്നേ? യേശുവിനെ പറ്റി പറയുന്നേ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. അവൻ ജഡമായി ഭൂമിയിലേക്ക് വന്നു. ആമേൻ. ഹല്ലേലൂയ. അവൻ എങ്ങനെയാ വന്നത്? ദൈവത്തിൻ്റെ സ്വരൂപമായി അവൻ ഭൂമിയിലേക്ക് വെളിപ്പെട്ടു വന്നു. എങ്ങനെയാ? ദൈവത്തിൻ്റെ സ്വരൂപമായി. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആമേൻ. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു വാക്യം ഇതാണ്: ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു. എന്നാൽ ഭൂമി പാഴും ശൂന്യമായിരുന്നപ്പോൾ, ആമേൻ, നമ്മൾ വിശ്വസിക്കാത്ത, നമ്മൾ കാണാത്ത ചില മേഖലകളെ അദൃശ്യമണ്ഡലത്തിൽ സ്വർഗം സൃഷ്ടിച്ചു വെച്ചു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് പരിചിതമില്ലാത്ത, ആമേൻ, ഹല്ലേലൂയ, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില മേഖലകളെ സ്വർഗം സൃഷ്ടിച്ചു വെച്ചു. ആമേൻ. ഹല്ലേലൂയ. ഭൂമി മാത്രമായിരുന്നു പാഴ്. ആമേൻ. ദൈവം പറഞ്ഞില്ല ആകാശം പാഴായിരുന്നു എന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ഇത് വിശ്വസിക്കുന്നവർ, ആമേൻ, ചിരിച്ചോണ്ട് 2 കൈകളും ഉയർത്തിക്കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അവൻ ഇന്ന് പകൽ വിശ്വസിക്ക്. അവൻ എനിക്ക് വേണ്ടി അദൃശ്യ മണ്ഡലങ്ങളിൽ ചിലത് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. അവൻ ആദിയിലെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. അവൻ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നിന്നെ വിളിച്ച ദൈവം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ അവൻ നമ്മളെക്ക് വേണ്ടി ആവശ്യമുള്ള സകലതിനെയും അവൻ ആദിയിൽ സ്വർഗം സൃഷ്ടിച്ചു വെച്ച് കഴിഞ്ഞു. ആമേൻ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ, ആമേൻ, ആ കൊലോസ്യ ലേഖനത്തിൽ അവൻ അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 15 തൊട്ട് വാക്യം കണ്ടിന്യൂഷൻ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, ആമേൻ, ദൃശ്യമായതും അദൃശ്യമായതും. ഈ അദൃശ്യമെന്ന വാക്ക് കുറച്ച് നാളായി എൻ്റെ പുറകെ നടക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗിക്കുമ്പോഴൊക്കെ ഈ അദൃശ്യം എന്നുള്ള സാധനം കയറി വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്താ പറഞ്ഞ അവിടെ? ദൃശ്യമായതും അദൃശ്യമായതും ആരാൽ സൃഷ്ടിക്കപ്പെട്ടു? അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. എപ്പോഴാ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ തന്നെ, അവൻ സകല സൃഷ്ടിയുടെയും ആരംഭത്തിൽ തന്നെ അദൃശ്യമായത് പലതും നമ്മൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അദൃശ്യ മണ്ഡലങ്ങളിൽ പലതും സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഇത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാമോ? കഴിയത്തില്ല. ബൈബിൾ പറയുന്ന
സകല കാര്യങ്ങളും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. ആമേൻ. ഒന്ന് ആലോചിച്ചേ, ദൈവത്തെ നമ്മളെങ്ങനെ കാണുന്നേ? ദൈവത്തെ എങ്ങനെ കാണുന്നേ? ദൈവം ദൃശ്യമാണോ? ദൃശ്യമാണോ? അല്ല. ദൂതന്മാർ ദൃശ്യമാണോ? അല്ല. ആമേൻ. സ്പിരിച്വൽ റിലം, ആത്മമണ്ഡലം ദൃശ്യമാണോ? ആണോ? ആണോ? അല്ല. ആത്മലോകം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ദൈവം, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ശ്രദ്ധിക്കണേ, ആമേൻ. കാലങ്ങളോളം മറഞ്ഞു കിടന്ന ഒരു മർമ്മം ഇതാ ദൃശ്യമായി ഭൂമിയിലേക്ക് വരികയാണ്. ആമേൻ. ശ്രദ്ധിക്കണേ, എന്താണ്? കാലങ്ങളോളം മറഞ്ഞു കിടന്ന ഒരു മർമ്മം 2056 വർഷങ്ങൾക്ക് മുൻപ് അവൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് ഇതാ ദൃശ്യമായി വെളിപ്പെട്ടു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ ആദിയിൽ ഉണ്ടായിരുന്നവൻ. ആമേൻ. സകലതും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. ആമേൻ. സകല പ്രവാചകന്മാരും വിളിച്ചു പറഞ്ഞു, ഇതാ ഒരു മശിഹ വരുന്നു. ഹല്ലേലൂയ. സകല പ്രവാചക ശബ്ദങ്ങളും വിളിച്ചു പറഞ്ഞു, ഇതാ ഒരു മശിഹ വരുന്നു. ആമേൻ. 2056 വർഷങ്ങൾക്ക് മുന്നേ ഇതാ പറഞ്ഞ പ്രവചനം ദൃശ്യമായി വെളിപ്പെട്ടു വരുന്നു ഈ ഭൂമിയിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ കേൾക്കണ ദൈവമക്കളെ, ആമേൻ. പ്രവാചകന്മാർ പറഞ്ഞ പ്രവചന ശബ്ദം എന്തൊക്കെയാ? ഹല്ലേലൂയ. കന്യകയിൽ ഒരുത്തൻ ജനനമെടുക്കും. ആമേൻ. അവൻ നസ്രനായ എന്ന് വിളിക്കപ്പെടും. നസ്രനായൻ എന്ന് വിളിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ സകല രോഗങ്ങളും വഴിമാറും. ആമേൻ. അവന്റെ മുമ്പിൽ സകല വാഴ്ചകളും അധികാരങ്ങളും കീഴടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ആമേൻ, ആമേൻ, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. കാലങ്ങൾക്ക് മുന്നേ പ്രവാചകന്മാർ പ്രവചിച്ചു വച്ചത്, ആമേൻ, അത് ദൃശ്യമായി കന്യക മറിയാമിലൂടെ പുറത്തു വന്നു. അതെ, പരിശുദ്ധാത്മാവിനാൽ അത് ദൃശ്യമായി പുറത്തു വന്നു. അവൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ കേട്ട പ്രവചന ശബ്ദങ്ങൾ അവൻ ഇന്ന് അദൃശ്യ മണ്ഡലത്തിലുള്ളത് അത് ദൃശ്യമായി, അത് ദൃശ്യമായി, അത് ദൃശ്യമായി, അത് വെളിപ്പെട്ടു വരുന്നു, അത് വെളിപ്പെട്ടു വരുന്നു. അത് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് വരുന്ന, ആമേൻ, അത് സമാപ്തിയിലേക്ക് വരുന്നു. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു? എൻ്റെ ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു, അത് വെളിപ്പെട്ടു വരും. അത് ദൃശ്യ മണ്ഡലത്തിലേക്ക്, അത് കണ്ണ് കാണുന്ന മണ്ഡലത്തിലേക്ക്, ഹല്ലേലൂയ, അത് കാണുന്ന രീതിയിൽ ഇന്ന് നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ അത് വെളിപ്പെട്ട് വെളിപ്പെട്ട് അത് കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ ഹല്ലേലൂയ. നിന്റെ സകല പ്രാർത്ഥനകളും ഇന്ന് അദൃശ്യ മണ്ഡലത്തിൽ ആമേൻ ചിലതിനെ പോരാടിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. ദൂതന്മാർ അതിനെ വഹിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ ആത്മമണ്ഡലത്തിൽ ചില യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, അവൻ മീഖായേൽ ഇറങ്ങാൻ സമയമായി. പത്രോസേ,
ആമേൻ. അതാ ഒരു പെരുത്ത മീൻകൂട്ടം നിന്റെ മുൻപിൽ വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ വിശ്വാസത്താൽ വിളിച്ചു പറയുന്നു, അവൻ പെരുത്ത മീൻകൂട്ടം, അവൻ അബ്രഹാമിനെ അവൻ വർദ്ധിപ്പിച്ചതുപോലെ ഇതാ ഡോർ ടു ക്രൈസ്റ്റിലെ ഹല്ലേലൂയ ഇതിലെ ഓരോ വ്യക്തികളെ, ഓരോ കുടുംബങ്ങളെ അതിനെ വിശാലമാക്കുന്ന ദൈവ പ്രവർത്തികൾ. ആമേൻ, ആമേൻ. ഇന്ന് പകൽ വിശ്വസിക്കാമോ? എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ അത് വെളിപ്പെട്ട് വരാൻ പോകുന്നു. ആമേൻ. എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ആമേൻ. അതെൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ, എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന രീതിയിൽ അത് ഈ ഭൂമിയിൽ വെളിപ്പെട്ട് വരും. ആമേൻ. ഹല്ലേലൂയ. അത് ചിരിച്ചുകൊണ്ട് രണ്ടുപേർക്ക് കൈ എടുത്തുകൊണ്ട് പറ, ആമേൻ. അതാ വെളിപ്പെട്ട് വരുന്നു. എന്റെ വാഗ്ദത്തം വെളിപ്പെട്ട് വരുന്നു. എന്റെ വാഗ്ദത്തം വെളിപ്പെട്ട് വരുന്നു. രണ്ടുപേർക്ക് കൈ കൊടുത്തുകൊണ്ട് പറ, എന്റെ വാഗ്ദത്തം വെളിപ്പെട്ട് വരുന്നു. അത് ദൃശ്യമായി. കാലങ്ങൾക്ക് മുന്നേ പ്രവചിച്ച ശബ്ദം, അവൻ നമുക്ക് എണ്ണിക്കൂടാത്ത പ്രവചനങ്ങളുണ്ട്. ഇന്നും നടക്കാനുള്ള പ്രവചനങ്ങളുണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവുമായി ബന്ധപ്പെട്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രവചന ശബ്ദങ്ങൾ ചിലത് ആക്റ്റീവ് ആകുമ്പോൾ, ആമേൻ, അവിടെ പരിശുദ്ധാത്മാവിന്റെ എൻകൗണ്ടർ സംഭവിക്കും. ഹല്ലേലൂയ. കന്യക മറിയാമിനോട് ആമേൻ ദൂതൻ വന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ നിന്റെ ഉദരത്തിൽ ചിലത് ഉളവാകും. ഹല്ലേലൂയ. ആമേൻ. അത് കേൾക്കുമ്പോൾ സാധാരണ ഒരു വ്യക്തിക്കും അംഗീകരിക്കാൻ കഴിയത്തില്ല. എങ്ങനെയാ പുരുഷനെ അറിയാത്തൊരു വ്യക്തി എങ്ങനെയാ ഗർഭിണിയാകാൻ പോകുന്നത്? എന്നാൽ അവൾ വിശ്വസിച്ചു, അവൾ ഏറ്റെടുത്തു. ഇന്ന് പകൽ ആമേൻ, ചില വചനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവൻ വെളിപ്പെടാൻ പോകുകയാണ്. നിങ്ങളിത് വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ, ഇവിടെ ആര് നിൽക്കുന്നല്ല, ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ ചിലത് ജനനമെടുക്കാൻ പോകുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ ആമേൻ അസാധ്യങ്ങൾ സാധ്യമാകാൻ പോകുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അസാധ്യങ്ങൾ സാധ്യമാകാൻ പോകുന്നു. ശ്രദ്ധിക്കണേ മക്കളെ, അദൃശ്യമണ്ഡലത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്, അദൃശ്യമണ്ഡലത്തിൽ നമുക്ക് വേണ്ട സകലതും സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. ആമേൻ. പക്ഷെ അത് ഭൂമിയിലേക്ക് അത് ആക്റ്റീവ് ആകാനുണ്ട് പലതും. ആമേൻ. അത് കഴിഞ്ഞു. ഹല്ലേലൂയ. അത് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. ആമേൻ. നമ്മുടെ ജീവിതത്തിന്റെ അനുദിനമായ ഓരോ കാര്യങ്ങളും, ആമേൻ, ശുശ്രൂഷകൾ അത് വെളിപ്പെട്ട് വരും. ആമേൻ. സ്വർഗം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ മേഖലകൾ വെളിപ്പെട്ട് വരും. ആമേൻ. കൃപാവരങ്ങൾ വെളിപ്പെട്ട് വരും. ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. കുടുംബത്തിലെ നന്മകൾ വെളിപ്പെട്ട് വരും. തലമുറകളുടെ നന്മകൾ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. അസാധാരണമായ കരുതലുകൾ വെളിപ്പെട്ട് വരും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അസാധാരണമായ കരുതൽ വെളിപ്പെട്ട് വരും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ സൂപ്പർ നാച്ചുറൽ റെലം, ആമേൻ, ഇന്നിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു ഡോർ ടു ക്രൈസ്റ്റ് ആ ഒരു മണ്ഡലത്തിനകത്തേക്ക് കയറി നിൽക്കണം. ഹല്ലേലൂയ. ആ ഒരു മണ്ഡലത്തിനകത്തേക്ക് കയറി നിന്ന് ചിലതിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു അഭിഷേകം ഇന്ന് പകൽ സ്വർഗം പകരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ അവൻ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്, ഹല്ലേലൂയ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത് അവൻ സ്വർഗം നമ്മുടെ ഹൃദയങ്ങളിൽ തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരൊക്കെ അത് വിശ്വസിക്കാൻ തയ്യാറാ? ആരൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനയാൽ ഇന്ന് പകൽ ഞാൻ ചിലതിനെ ജയമെടുക്കാൻ പോകുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയാൽ ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അന്യഭാഷകൾ പ്രാർത്ഥിച്ചാട്ടെ. വായ്കളെ തുറന്ന് അത് എന്റെ മേൽ ആക്റ്റീവ് ആകട്ടെ.
ആമേൻ. എൻ്റെ ശബ്ദത്തിനല്ല നിങ്ങൾ പ്രതികരിക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ മേൽ അത് ആക്റ്റീവ് ആകണം. ആമേൻ. അത് നിങ്ങളുടെ മേൽ ആക്റ്റീവ് ആകണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ചർച്ച എപ്പോഴും എന്താണ്, ഒരു നമ്മൾ ഈ വർക്ക്ഷോപ്പിലൊക്കെ ഈ വളഞ്ഞ കമ്പികൾ നേരെയാക്കുന്ന കണ്ടിട്ടുണ്ടോ? ആമേൻ. വളഞ്ഞിരിക്കുന്ന കമ്പികളെ അവരിങ്ങനെ നല്ല ചൂട് കൊടുത്തിട്ടുണ്ടോ അല്ലേ? നല്ല ചൂട് കൊടുത്തിട്ട് നല്ല പ്രഷർ കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഇത് നേരെയാക്കും. ഇങ്ങനെ നമ്മളെല്ലാ ആഴ്ചയിലും മിക്കവാറും വളഞ്ഞൊക്കെയാണ് വരുന്നത്. നല്ല ആമേൻ. ഇവിടെ ഒരു ചൂടിനകത്ത് ചിലതൊക്കെ നേരെയാവും. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെ അങ്ങ് കൂനിപ്പോവും. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഇതിനെ ജയിക്കാൻ ഒരു അഭിഷേകം ഇന്ന് പകൽ. ഹല്ലേലൂയ. ഇതിനെ ജയിക്കാൻ ഒരു അഭിഷേകം. ഹല്ലേലൂയ. ആമേൻ. ശരിക്കും ഇതൊരു എന്താ പറയാ, നമ്മൾ വണ്ടികളൊക്കെ ശരിയാക്കുന്ന വർക്ക്ഷോപ്പുകളുണ്ടല്ലോ, ആമേൻ, അതുപോലെ റിപ്പയറിങ് ആ പരിപാടി. റിപ്പയർ ചെയ്ത് ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ നിങ്ങൾ വിശ്വാസത്തോടെ ഉറപ്പിച്ചോ, ആമേൻ, നിങ്ങൾ വന്നിരിക്കുന്നത് ഓതറൈസ്ഡ് സെന്ററിലാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്ക്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അവൻ എന്ത് കേടിനെയും പരിഹരിക്കാൻ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ സൃഷ്ടിച്ചവന്റെ അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആമേൻ. ഡോട്ട് ടു ക്രൈസ്റ്റിന്റെ പ്രത്യേകതയല്ല, ആമേൻ, മറ്റ് സഭകളുടെ പ്രത്യേകതയല്ല. സൃഷ്ടാവ് ഇവിടെ ഉള്ളത് കൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിന്നെ സൃഷ്ടിച്ചവൻ ഇവിടെ ഉള്ളത് കൊണ്ട്. ആമേൻ. നിന്റെ കേടിനെ പരിഹരിക്കാൻ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടത് സകലത്തെ സൃഷ്ടിച്ചു വെച്ചവൻ. ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ, നമ്മളത് കേടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് സാധാരണഗതിയിൽ? ആമേൻ. അയ്യോ. അല്ലെങ്കിൽ ഒരു ഫോണ് കേടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നേ? എന്ത് ചെയ്യും? റിപ്പയർ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. റിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഏതെങ്കിലും ഷോപ്പിൽ കൊണ്ട് റിപ്പയർ ചെയ്യും അല്ലേ? ആമേൻ. എന്നാൽ അതിൻ്റെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ സാധനം ഉണ്ടാക്കിയൊരു മാനുഫാക്ചർ ഉണ്ട്, എന്ന് വെച്ചാൽ ഇതിനെ സൃഷ്ടിച്ച ഒരാളുണ്ട്. ഈ ഫോണിനെ, നമ്മുടെ കയ്യിലുള്ള ഫോണിനെ ഉണ്ടാക്കിയൊരു കമ്പനിയുണ്ട്. ഈ കമ്പനി എന്താ ചെയ്തിരിക്കുന്നത്? ഇതിനെന്ത് പ്രശ്നം വന്നാലും റീപ്ലേസ് ചെയ്യാനുള്ള സാധനം കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വിജയിപ്പിച്ചിട്ടാണ് പലതും ഇൻഡസ്ട്രിയിലേക്ക് ഇറക്കുന്നത്. ആമേൻ. എന്നാൽ ഇന്ന് പകൽ വിശ്വസിച്ചോ, എന്ത് കേടിനെയും പരിഹരിക്കാൻ സ്വർഗത്തിൻ്റെ കയ്യിൽ. ആമേൻ. നിന്റെ കേടിനെ മാറ്റാൻ, നിന്റെ രോഗത്തെ മാറ്റാൻ, നിന്റെ വിഷയത്തെ മാറ്റാൻ, അവൻ നിന്നെ സൃഷ്ടിച്ചു വിടുന്നതിന് മുന്നേ തന്നെ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി സകലതും, ആമേൻ, സകലതിനെയും, ആമേൻ, സകല പാർട്സുകളെയും ഇന്ന് പകൽ വിശ്വസിച്ചോ. ചില രോഗികളിവിടെ സൗഖ്യമാകുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ചിലത് തുറക്കപ്പെടുന്നു, അടഞ്ഞത് തുറക്കപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടുന്നു. കുഞ്ഞാടേ എന്നും യോഗ്യനേ. ഹല്ലേലൂയ. യേശുവേ ആരാധ്യനേ, ക്രിസ്തുവേ ആരാധ്യനേ, കുഞ്ഞാടേ എന്നും യോഗ്യനേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കാമോ? നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിൽ സകലതുമുണ്ട്. അവൻ അദൃശ്യ മണ്ഡലത്തിൽ സകലതയും സൃഷ്ടിച്ചു കഴിഞ്ഞു. അത് ദൃശ്യമായി വെളിപ്പെട്ട് വരും. പ്രാർത്ഥനയിൽ അത് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമ്മുടെ വിശ്വാസത്താൽ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ഒന്നിൻ്റെ വാക്യം കൂടെ വായിക്കാം. ആമേൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം, അതിന്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ. പ്രവാചക ശിഷ്യന്മാർ എലീശായോട്,
ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്നു നീ കാണുന്നുവല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവിൻ എന്ന് അവൻ പറഞ്ഞു. അവരിൽ ഒരുത്തൻ ദയചെയ്ത് അടിയങ്ങളോടുകൂടെ പോരേണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാം എന്നവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി. അവർ യോർദാങ്കൽ എത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. ആമേൻ. ഏലിയാവിന്റെ ശിഷ്യനായ ഏലീശ പ്രവാചകൻ, ശ്രദ്ധിക്കണേ, ഏലിയാവിന്റെ ശിഷ്യനായ ഏലീശ പ്രവാചകൻ, അദ്ദേഹത്തിനൊരു വിശ്വസിക്കുന്നത് നമ്മളൊരു പ്രവാചക ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആമേൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പ്രവാചക ശിഷ്യന്മാർ അനേകരുണ്ട്. ഇവർ താമസിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് വളരെ ഇടുക്കമുണ്ടായിരുന്നു, സ്ഥലക്കുറവ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ അതുകൊണ്ട് തന്നെ ഇവർ താമസിക്കുന്ന സ്ഥലം വളരെ ഇടുക്കമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ പറയുക, നമുക്ക് പോയിട്ട് ഒരു വീടിന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെ ഇവർ എന്താ ചെയ്യുന്നേ? ആമേൻ. ഞങ്ങൾക്ക് പാർക്കേണ്ടതിനൊരു സ്ഥലമുണ്ടാകട്ടെ എന്ന് ചോദിച്ചു. പോകുവിൻ എന്ന് പറഞ്ഞു. ഇവർ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവർ മരം മുറിക്കാൻ വേണ്ടി ആമേൻ പോയിക്കൊണ്ടിരിക്കുക. അവിടെ വെച്ച് എന്ത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. എന്താ സംഭവിക്കുന്നേ? ഹല്ലേലൂയ. മരം എങ്ങനെ മുറിക്കുന്നേ? കോടാലി കൊണ്ടാ. ഈ കോടാലി ഊരി എന്തോ ചെയ്തു? എവിടെ പോയി? എവിടെ പോയി? പുഴയിൽ പോയി. ആമേൻ. അല്ലെങ്കിൽ അവിടെ ഹല്ലേലൂയ. ആമേൻ. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, പലതിൻ്റെയും ആശയങ്ങൾ വരുന്നത് ബൈബിളിനകത്തു നിന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കഥ? നിങ്ങൾ വേറെ എവിടെയും കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് നിങ്ങൾക്ക് പഠിച്ചതായിരിക്കും പലപ്പോഴും. പലതിൻ്റെയും ആശയങ്ങൾ ഇതിനകത്തു നിന്ന് പുറപ്പെട്ടു വരുന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണേ, ഈ പ്രവാചക ശിഷ്യന്റെ കോടാലി ഇതിനകത്ത് പോയി. എന്നാൽ പ്രവാചകനോട് വിളിച്ചു പറഞ്ഞു, ഇതാ കോടാലി നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താ അവിടെ പ്രവാചകൻ ചെയ്യുന്നേ? ഹല്ലേലൂയ. ഒരു കോലെടുത്ത് എറിഞ്ഞു. ആമേൻ. അദൃശ്യമായി പോയത് ദൃശ്യമായി പുറത്തു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അദൃശ്യമായ മണ്ഡലത്തിനകത്തേക്ക് പോയത് അവൻ പ്രവാചകന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ അവന്റെ കോലെടുത്തെറിഞ്ഞപ്പോ അവന്റെ വിശ്വാസത്താൽ പുറത്തു വന്നു. അവൻ ഭൂമിയിലെ ഏത് ഗുരുത്വാകർഷണമാ എന്ത് ആകർഷണമാ വർക്ക് ചെയ്തെന്ന് അറിയത്തില്ല. ആമേൻ ആമേൻ അടിയിലേക്ക് പോയത് ഹല്ലേലൂയ മുകളിലേക്ക് പൊങ്ങി വന്നു. ഹല്ലേലൂയ. മീൻപിടുത്തത്തിന് ഏത് ആകർഷണമാ കയറി വന്നെന്ന് അറിയത്തില്ല. ആമേൻ പൊങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി അതാ പൊങ്ങി വരാൻ പോകുന്നു, ഉയർന്നു വരാൻ പോകുന്നു. ആമേൻ. പിശാച് മണ്ണിട്ട് മൂടിയത് ആമേൻ നിന്റെ ഭാവിക്കെതിരായി പിശാച് മണ്ണിട്ട് മൂടിയത് ഇതാ പുറത്തു വരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇതാ പിശാച് മണ്ണിട്ട് മൂടിയ സകലതും, പിശാച് മൂടി വെച്ച സകലതും ആമേൻ സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിനകത്ത് നീ ചിലത് ഓപ്പറേറ്റ് ചെയ്യുമ്പോ ഇതാ പൊങ്ങി വരാൻ പോകുന്നു. അത് ദൃശ്യമണ്ഡലത്തിലേക്ക്
അത് കാണത്ത രീതിയിലേക്ക്, അത് കാണുന്ന രീതിയിലേക്ക്. ഹല്ലേലൂയ. നിന്റെ ഭാവിക്കെതിരായി, നിന്റെ ശുശ്രൂഷക്കെതിരായി, ഹല്ലേലൂയ, നിന്റെ തലമുറക്കെതിരായി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിച്ചോ? ആമേൻ. പിശാച് മണ്ണിട്ട് മൂടിയ സകലതും സ്വർഗം പുറത്തെടുക്കും. ആമേൻ. സ്വർഗം പുറത്തെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഏത് ഗുരുത്വാകർഷണം വർക്ക് ചെയ്തേ, എന്ത് പ്രകൃതിയുടെ ഫിലോസഫി, എന്ത് സയൻസാ വർക്ക് ചെയ്തേ അവിടെ. ആമേൻ. ഒരു കോല് കൊണ്ടെറിഞ്ഞ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണ ദൈവമക്കളെ, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആമേൻ സൂപ്പർ നാച്ചുറൽ റെലത്തിനകത്ത് നിന്നോ. ആമേൻ. സാധാരണ മണ്ഡലത്തിനകത്ത് ഇത് നടക്കത്തില്ല. ഇന്ന് പകൽ സഭ സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിനകത്തേക്ക് സ്റ്റെപ്പ് വയ്ക്കണം. അത് വിശ്വാസത്താൽ എൻ്റർ ചെയ്യണം. ഹല്ലേലൂയ. പ്രാർത്ഥനയാൽ എൻ്റർ ചെയ്യണം. ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് കയറണം. പ്രാർത്ഥനയാൽ ഞാൻ ചിലതിനെ തകർക്കും. എന്റെ മേൽ മൂടിയതിനെ ഞാൻ, അവൻ മൂട്ടലിനെ മാറ്റി ഞാൻ പുറത്തു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ മേലൊരു അഭിഷേകമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, നിന്റെ മേൽ അഭിഷേകത്തെ പകർന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, ഒരു ഡബിൾ പോർഷൻ എന്റെ മേൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. ഇത് കഴിയുമ്പോൾ ഏലീശ പ്രവാചകന്റെ മേൽ ശ്രദ്ധിക്കണേ. ആമേൻ. ഹല്ലേലൂയ. 8-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. 8-ാമത്തെ വാക്യം തൊട്ട്. അനന്തരം ആരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തന്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. മതി സിസ്റ്ററെ. അനന്തരം ആരാം രാജാവിന് ഇസ്രായേലിനോട് എന്തുണ്ടായി? യുദ്ധമുണ്ടായി. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ദയവായി ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. അനന്തരം ആരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. ആരാം രാജാവ് എവിടൊക്കെ പാളയമിറങ്ങണമെന്നിങ്ങനെ അവൻ തൻ്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. ഇസ്രായേൽ ഗ്രഹത്തിനെതിരായി ആരാം രാജാവ് തൻ്റെ കൊട്ടാരത്തിനകത്ത് നിന്ന് തൻ്റെ ഭൃത്യന്മാരുമായി എന്തൊക്കെ പ്ലാനിൽ ഇസ്രായേലിനെ തോൽപ്പിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അവൻ എവിടെ പാളയമിറങ്ങണമെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ശ്രദ്ധിക്കണ ദൈവമക്കളെ. എന്നാൽ ആമേൻ, ഈ ഏലീശ പ്രവാചകൻ എന്തൊക്കെ ഇവർ ആലോചിക്കുന്നുവോ ഇവിടെ ഹൃദയത്തിനകത്തേക്ക്, ഏലീശയുടെ ഹൃദയത്തിനകത്തേക്ക് ഇത് റിസീവ് ആയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആർക്കെതിരായാണ്? നിങ്ങൾ ആരും ഇവിടെ ഇല്ല. ഇന്ത്യക്കെതിരായാണ്. ഇസ്രായേലിനെതിരായി ആരാം രാജാവ് പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇത് ആത്മാവിൽ ഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ തൻ്റെ രാജാവിനോട്, ആരോട്? ഇസ്രായേൽ രാജാവിനോട് ആമേൻ ഈ രഹസ്യം പറഞ്ഞു കൊടുത്തു. ഏത് രഹസ്യം? രാജാവിനെതിരെ, ഇസ്രായേലിനെതിരെ ആരാം രാജാവും തൻ്റെ ഭൃത്യന്മാരും കൂടെ പ്ലാൻ ചെയ്യുന്ന രഹസ്യം ഏലീശ പ്രവാചകൻ ഇസ്രായേൽ രാജാവിന് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ സകല തന്ത്രങ്ങളും പൊളിഞ്ഞു. ഇസ്രായേൽ മേൽ ഒന്നും ചെയ്യാൻ ആരാം രാജാവിന് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മമണ്ഡലത്തിനകത്തേക്ക് കയറി നിന്ന്
നമുക്കെതിരെ അവനുള്ള പദ്ധതികളെ അവൻ പൊളിക്കുന്ന ഒരു അഭിഷേകം ഓരോ വ്യക്തികളുടെ മേലും, ഒരു പ്രവാചക അഭിഷേകം. ഹല്ലേലൂയ. ഒരു പ്രവാചക അഭിഷേകം. ഹല്ലേലൂയ. ദേശത്തിനെതിരായി നിൽക്കുന്ന അവൻ ശക്തികളെ തിരിക്കാൻ, ഹല്ലേലൂയ, അവൻ അങ്ങനത്തെ പ്രവാചകന്മാർ, ഹല്ലേലൂയ, അങ്ങനത്തെ പ്രവാചകന്മാർ യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, 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 അങ്ങനത്തെ പ്രവാചകന്മാർ എഴുന്നേറ്റ് വരട്ടെ. അവർ ആലോചിക്കുമ്പോൾ ഇവിടെ പിടികിട്ടും. ആമേൻ. ഇതെങ്ങനെയാ സാധിക്കുന്നത്? ഇതെങ്ങനെയാ സാധിക്കുന്നത്? എലീശ പോകുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ തലത്തിനകത്തൂടെ, അദൃശ്യ മണ്ഡലത്തിനകത്തൂടെ പുള്ളിക്കാരൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ നമുക്ക് കാണാൻ കഴിയാത്ത അനേകം മേഖലകളുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അദൃശ്യ മണ്ഡലത്തിനകത്ത് ഇന്നും വെളിപ്പെട്ടു വരാത്ത ദൈവത്തിന്റെ ചില മഹത്വങ്ങൾ ഈ നാളുകളിൽ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സഭകളിൽ വെളിപ്പെട്ടു വരട്ടെ. ആഴമേറിയ മർമ്മങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. ആമേൻ. വചനത്തിന്റെ വെളിപ്പാടുകൾ. Hallelujah. 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 Amen. Amen. Hallelujah. സൂപ്പർ നാച്ചുറൽ ഇലത്തിനകത്ത് ചിലത് ഓപ്പൺ ആകും. Amen. Amen. Hallelujah. Hallelujah. ശ്രദ്ധിക്കണേ മക്കളെ. Amen. ഇത് കഴിഞ്ഞിട്ട് ഈ രാജാവിന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. തൻ്റെ പദ്ധതി മൊത്തവും അയൽ രാജ്യത്ത് അറിയുകയാണ്. താൻ പ്ലാൻ ചെയ്യുന്ന സകലതും ഇസ്രായേൽ രാജാവ് അറിയുക. ഇപ്പൊ രാജാവ് എന്താ വിചാരിച്ചേ? ഏത് രാജാവാ? ആരാം രാജാവ്. എന്താ വിചാരിച്ചേ? എൻ്റെ കൂടെ നിൽക്കുന്ന ആരോ ചതിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. പക്ഷെ കാര്യം അതല്ലായിരുന്നു. ഒരു ഭൃത്യൻ ഇത് മനസ്സിലാക്കി. ഈ ആരാം രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ശിഷ്യൻ ഇത് മനസ്സിലാക്കി. രാജാവെ, കാര്യം അങ്ങനല്ല, ദൈവത്തിൻ്റെ ദാസൻ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസൻ അവിടെ ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് മൊത്തം അവന് മനസ്സിലാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽ അവൻ അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. അവൻ രാജാക്കന്മാരുടെ ഉറക്കം കെടുത്തുന്ന, ഹല്ലേലൂയ, ശത്രുവിന്റെ ഉറക്കം കെടുത്തുന്ന, പൈശാചിക മണ്ഡലത്തിന്റെ ഉറക്കം കെടുത്തുന്ന അവൻ ദൈവത്തിന്റെ തലമുറകൾ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, Amen. ഹല്ലേലൂയ, Amen. ആമേൻ. ഈ ഭൃത്യൻ പറഞ്ഞു, രാജാവ്, ഇതല്ല കാര്യം, വിഷയം വേറെയാ. ഡബിൾ പോർഷൻ ഉള്ള ഒരുത്തൻ അവിടെ ഉണ്ട്. ആമേൻ, ആമേൻ. ഇവൻ്റെ ഒരു ഗുരു ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ച് തീയിറക്കിയ ഒരുത്തൻ. ഹല്ലേലൂയ, ആമേൻ. അവനിൽ നിന്ന് ഡബിൾ പോർഷനുമായി ഒരുത്തൻ ഇപ്പോഴുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ മുൻപിൽ, ആമേൻ, സകല രഹസ്യങ്ങളും മറവല്ല. ഹല്ലേലൂയ. സകല രഹസ്യങ്ങളും ഓപ്പണാ. നിനക്കൊന്നും അദൃശ്യമാക്കി വെക്കാൻ കഴിയത്തില്ല. അവന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മക്കളുടെ മുമ്പിൽ ഇതാ അദൃശ്യമണ്ഡലങ്ങൾ, അവൻ, ഹല്ലേലൂയ, ദൃശ്യമായി, അവൻ ദൃശ്യമായി, ദൃശ്യമായി അത് വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എന്താ രാജാവ് ചെയ്യുന്ന അടുത്ത പരിപാടി? ഇസബേൽ ഏലിയാവിനെ കൊല്ലാൻ നോക്കിയതുപോലെ ഇവിടെ ആരാം രാജാവ് ഏലീശയെ കൊല്ലണം. ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ഏലീശയുടെ ചുറ്റും പാളയമിറങ്ങി, ചുറ്റും പാളയമിറങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വാക്യം ഒന്ന് വായിക്കാമോ? ആമേൻ. 13 തൊട്ടുള്ള വാക്യങ്ങൾ, 6:13 തൊട്ടുള്ള വാക്യങ്ങൾ. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവിൻ, ഞാൻ ആളയച്ച് അവനെ പിടിക്കുമെന്ന് അവൻ കൽപ്പിച്ചു. അവൻ
ദോദാനിൽ ഉണ്ടെന്ന് അവൻ അറിവ് കിട്ടി. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നു. മതി. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ ഇറങ്ങി നോക്കുമ്പോൾ ചുറ്റും തനിക്കെതിരെ സൈന്യം നിൽക്കുകയാണ്. ആർക്കെതിരെയാ? ഏലിയാവിനെതിരെയാ? ഏലീശയ്ക്കെതിരെ. ആമേൻ, ഹല്ലേലൂയ. എന്താ സംഭവിക്കുന്നത്? തൻ്റെ രഹസ്യം മുഴുവനും മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകനെ കൊല്ലാൻ ആയിരക്കണക്കിന് സൈന്യം. ആമേൻ, ഹല്ലേലൂയ. ഒരു പ്രവാചകനെ കൊല്ലാൻ എത്ര പേരാ? പ്രവാചകന്റെ വാല്യൂ അത് ചെറുതല്ല കേട്ടോ. അവൻ പിശാചിന്റെ ഭയം അത് ചെറുതല്ല. പിശാചിന്റെ പേടി ചെറുതല്ല. ഒരു പ്രവാചകനെതിരെ ഇറങ്ങിയത് ആയിരക്കണക്കിന് പേരാ. ഇന്ന് പകൽ വിശ്വസിച്ചോ, അവൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വാല്യൂ ചെറുതല്ല. നമ്മൾ കുറച്ച് കാണരുത്. ആത്മമണ്ഡലത്തിൽ നിനക്കറിയാത്തൊരു വാല്യൂ നിനക്കുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്കുണ്ട്. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞു വേണം അവിടെ നിന്ന് പോകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ഒരു പ്രവാചകനെതിരെ ആയിരക്കണക്കിന് സൈന്യമിറങ്ങി. ആമേൻ, ഹല്ലേലൂയ. എന്താ സംഭവിച്ചേ? പ്രവാചകന്റെ ശിഷ്യൻ ഓടിയിറങ്ങി നോക്കിയപ്പം ചുറ്റും സൈന്യം നിൽക്കുക. എങ്ങനെ നിൽക്കുന്നേ? വായിക്കാം മാസ്റ്റർ. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. മതി. ഒരു സൈന്യം രഥങ്ങളും കുതിരകളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഏലീശയുടെ മറുപടി ശ്രദ്ധിക്കണേ. അതിന് പേടിക്കേണ്ട. രണ്ടുപേർക്ക് കൈ കൊടുത്ത് പറ, പേടിക്കേണ്ട. രണ്ടുപേർക്ക് കൈ കൊടുത്തുകൊണ്ട് പറ, പേടിക്കണ്ട. ഹല്ലേലൂയ. പേടിക്കണ്ട, പേടിക്കണ്ട, പേടിക്കണ്ട. ആമേൻ, ഹല്ലേലൂയ. എന്താ അവിടെ പറയുന്ന വാക്യം? ഏറ്റവും പ്രസിദ്ധമായ വാക്യം. ആമേൻ. എന്താന്ന് പറഞ്ഞാട്ടെ? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മോട് കൂടെയുള്ളവർ അവരെക്കാൾ അധികം. ആമേൻ. നമ്മോട് കൂടെയുള്ളവർ അവരെക്കാൾ അധികമാ. എന്നിട്ട് ഏലീശ എന്തോ ചെയ്തേ? ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച്. എന്ത് പ്രാർത്ഥിച്ചേ? ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങാൻ വേണ്ടിയാണോ പ്രാർത്ഥിച്ചേ? ആമേൻ, ഹല്ലേലൂയ. ഇവന്റെ കണ്ണിനെ തുറക്കണേ. ആരുടെയാ? ഈ ഭൃത്യന്റെ. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എൻ്റെ ആത്മമണ്ഡലം തുറക്കണേ. ഹല്ലേലൂയ. എൻ്റെ ആത്മമണ്ഡലം തുറക്കപ്പെടണേ. ഹല്ലേലൂയ. ചിലതിനെ കാണാൻ, ചിലതിനെ അനുഭവിക്കാൻ, ചില സ്റ്റെപ്പുകളിലേക്ക് മൂവ് ചെയ്യാൻ, ചിലതിനെ കീഴ്പ്പെടുത്താൻ എൻ്റെ ആത്മമണ്ഡലം തുറക്കപ്പെടട്ടെ. ചില ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എൻ്റെ ആത്മമണ്ഡലം തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അവൻ ശ്രദ്ധിക്കേണ്ട ദൈവമക്കളെ, അവൻ്റെ ആത്മമണ്ഡലം, അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ കണ്ട കാഴ്ച എന്താ? എന്താ സിസ്റ്ററെ വായിക്കാമോ? ഹല്ലേലൂയ. പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. ഏലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ആമേൻ. ഏലീശയുടെ ചുറ്റും എങ്ങനെ? അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട്. ആമേൻ. ആര് വന്നോ അതിൻ്റെ ഇരട്ടിയായി, 1000 അല്ല 10,000 നിനക്കു വേണ്ടി സുരക്ഷ ഒരുക്കുന്ന ദൈവം ഇന്ന് പകൽ, ആമേൻ, വിശ്വസിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നിന്റെ ആത്മ കണ്ണെന്ന് കണ്ടുകൊണ്ട്,
ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൂതന്മാർ ചലിക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. അസാധാരണ സ്വർഗീയ പ്രൊട്ടക്ഷൻ നിനക്കുണ്ടെന്ന്. ഹല്ലേലൂയ. അവൻ അദൃശ്യമായത് ഇതാ നിന്റെ ദൃശ്യമണ്ഡലത്തിലേക്ക് വെളിപ്പെട്ടു വരുന്നു. നിന്റെ ആത്മ കണ്ണിനകത്തേക്ക്. Amen. ഹല്ലേലൂയ. Hallelujah. നിന്റെ ആത്മ കണ്ണിനകത്തേക്ക് വെളിപ്പെട്ടു വരുന്നു. Amen. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കാത്ത സ്വർഗീയ പ്രൊട്ടക്ഷൻ നമുക്ക് വേണ്ടിയുണ്ട്. Amen. അത് പക്ഷേ വർക്ക് ചെയ്യുന്നത് അദൃശ്യ മണ്ഡലങ്ങളിലാണ്. ആമേ. ഹല്ലേലൂയ. എന്നാൽ പല മേഖലകളിലും അത് ദൃശ്യമായി വെളിപ്പെട്ടു വന്ന സാഹചര്യങ്ങൾ മനുഷ്യന്റെ നേത്രങ്ങൾ കൊണ്ട് കാണത്തക്ക രീതിയിൽ അത് പല രൂപത്തിൽ വെളിപ്പെട്ടു വന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വചനത്തിൽ തന്നെ എക്സാമ്പിൾ ആണത്. ഹല്ലേലൂയ. 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 ഇന്ന് പകൽ ഒരു സൂപ്പർ നാച്ചുറൽ എത്തിനകത്തേക്ക് കയറി നിന്ന് ചിലതിനെ കാണാൻ. Hallelujah. ഹല്ലേലൂയ. ഒരു സൂപ്പർ നാച്ചുറൽ അനുഭവങ്ങളിലേക്ക് കയറി നിന്ന് ചിലതിനെ സ്വീകരിക്കാൻ. ആമേൻ. സൂപ്പർ നാച്ചുറൽ അനുഭവങ്ങളിലേക്ക് കയറി നിന്ന് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. ആമേൻ. Amen. ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുന്നേ ഞാനിത് കേട്ടൊരു സംഭവമാണ്. ഒരു അച്ഛൻ, പള്ളിയിൽ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞു പോകുമ്പോൾ അദ്ദേഹം പോകുന്നത് ഒരു കുറച്ച് പണ്ടത്തെ കാലമല്ലേ, കുറച്ച് ഉള്ള ഏരിയകളിലൂടെയാണ്. അദ്ദേഹം തൻ്റെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പോകുമ്പോൾ സുവിശേഷത്തിൻ്റെ വിരോധികളായിട്ടുള്ള കുറേ ആൾക്കാർ ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി മാരകായുധങ്ങളുമായി ഒരു സ്ഥലത്ത് പതുങ്ങിയിരുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി. എന്നാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടി പതുങ്ങിയിരുന്നു. എന്നാൽ ഇവർക്കിത് ചെയ്യാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം ഈ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി വന്നിട്ട് ഈ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എവിടെ പോയി? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അച്ഛൻ ചോദിച്ചു, ആരാ? അച്ഛൻ്റെ കൂടെ ഒരു 10-70 പേര് വെള്ള വസ്ത്രം ഇട്ടുകൊണ്ട് നടന്നല്ലോ, വാളും പിടിച്ചോണ്ട്. എന്തുവാണത്? ഞങ്ങൾക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല, ഞങ്ങൾ കൊല്ലാൻ വന്നതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ മക്കൾക്ക് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. അദൃശ്യ മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ആക്ട് ചെയ്യുന്ന ദൂതന്മാരുണ്ട്. അവൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, വിശ്വസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇന്നും ചലിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ, ഹല്ലേലൂയ. ഇന്നും നിങ്ങൾക്ക് വേണ്ടി മൂവ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ, ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ആമേൻ, ഹല്ലേലൂയ, മൂവ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ, ആമേൻ. അത് ഇപ്പോഴും ചലിക്കുന്നു, ഇപ്പോഴും ചലിക്കുന്നു. വിശ്വസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കാനാവിലെ കല്യാണത്തിന് വെള്ളം എങ്ങനെ വീഞ്ഞായേ? ആമേൻ. കർത്താവ് ഒഴിക്കാൻ പറഞ്ഞു, ഒഴിച്ചു. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു, അദൃശ്യ മണ്ഡലത്തിനകത്തു നിന്നും ചില ദൃശ്യമായി പുറത്തു വന്നു. ഹല്ലേലൂയ. 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 ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ചിലത് പുറത്തു വരാൻ പോകുകയാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി ചിലത് ഓപ്പൺ ആകാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ചില കരുതലുകൾ ഓപ്പൺ ആകാൻ പോകുകയാണ്. ആമേൻ. ചില കരുതലുകൾ, മറഞ്ഞു കിടന്ന കരുതലുകൾ ഓപ്പൺ ആകാൻ പോകുകയാണ്. ആമേൻ. അത് വിശ്വാസത്താൽ അത് ഓപ്പണായി വരും. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് ദൃശ്യമായി വെളിപ്പെട്ട് വരും. Amen. Hallelujah. നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് ദൃശ്യമായി വെളിപ്പെട്ട് വരും. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാ,
ദൈവം നിങ്ങളെ ഒരു സ്വപ്നം കാണിക്കുന്നെങ്കിൽ ആ സ്വപ്നത്തിനു വേണ്ടി സകലതും ഒരുക്കി വെച്ചിട്ട് മാത്രമേ ദൈവം ആ സ്വപ്നത്തെ കാണിക്കത്തുള്ളൂ. Amen. Yes. ഹല്ലേലൂയ, Yes. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹത്തെ ദൈവം തരുന്നെങ്കിൽ, ഒരു സ്വപ്നത്തെ ദൈവം തരുന്നെങ്കിൽ, ആ സ്വപ്നത്തിനു വേണ്ടിയുള്ള സകലതിനെയും ഒരുക്കി വെച്ചിട്ട് മാത്രമേ സ്വർഗം നിങ്ങളുടെ ഉള്ളിൽ ആ സ്വപ്നത്തെ തരുത്തുള്ളൂ. ആമേൻ. Amen. അതിന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ അതാ സ്വപ്നം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആയി വരും. Yes. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. ജോസഫിനെ സ്വപ്നം കാണിച്ചു. ആമേൻ, ഹല്ലേലൂയ. സ്വപ്നത്തെ അവൻ വിളിച്ചു പറഞ്ഞു. ആമേൻ. എന്തോ കണ്ട സ്വപ്നം? ജോസഫ് കണ്ട സ്വപ്നം എന്താ? ആമേൻ, ഹല്ലേലൂയ. അവൻ്റെ സഹോദരന്മാർ അവനെ വണങ്ങുന്നു. അടിപൊളി സ്വപ്നമല്ലേ? ഹല്ലേലൂയ. എന്നാൽ ഈ സ്വപ്നത്തെ അവൻ വിളിച്ചു പറഞ്ഞു. അവന് ചെറിയ പ്രായത്തിൽ കണ്ട സ്വപ്നത്തെ അവൻ വിളിച്ചു പറഞ്ഞു. സ്വപ്നത്തെ വിളിച്ചു പറഞ്ഞതിന് ശേഷം പ്രതിസന്ധി ആരംഭിച്ചു. ആമേൻ, ഹല്ലേലൂയ. നീ സ്വപ്നത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുക്കുമ്പോഴാ പ്രതിസന്ധി ആരംഭിക്കുന്നേ. ഹല്ലേലൂയ. സ്വപ്നത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുക്കുമ്പോൾ പ്രതിസന്ധി ആരംഭിക്കും. ഹല്ലേലൂയ. അവൻ്റെ സഹോദരന്മാർ അവനെതിരായി. എന്നാൽ നമുക്കറിയാം, ഏത് പൊട്ടക്കിണറ്റിലാണോ അവനെ ഇട്ടത്, ആ പൊട്ടക്കിണറ്റിൽ അവൻ്റെ പ്രതിസന്ധി തുടങ്ങിയെങ്കിൽ അവിടെ അവൻ്റെ വഴി ആരംഭിച്ചു. Amen. Hallelujah. ഹല്ലേലൂയ. അവിടെ അവൻ്റെ വഴി തുടങ്ങി. ഹല്ലേലൂയ. അവൻ്റെ സ്വപ്നത്തിലേക്കുള്ള വഴി അന്ന് ആരംഭിച്ചു. ഇന്ന് പകൽ വിശ്വസിക്കുന്നു, നിന്റെ പ്രതിസന്ധിക്കകത്തും എൻ്റെ വഴി തുറന്നു വരിക. അവൻ ചെങ്കടലിനകത്തും എൻ്റെ വഴി തുറന്നു വരിക. ഹല്ലേലൂയ. ചെങ്കടലിനകത്തും എൻ്റെ വഴി തുറന്നു വരിക. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിനകത്ത് നിൽക്കുമ്പോഴോ അതാ എനിക്ക് വേണ്ടി വഴി ഓപ്പൺ ആകുന്നു. ഹല്ലേലൂയ. അദൃശ്യ മണ്ഡലങ്ങളിലെ വഴികൾ ആമേൻ ഓപ്പൺ ആയി വരുന്നു. ആമേൻ. 6 മാസങ്ങൾക്ക് മുന്നേ കർത്താവ് എനിക്ക് ഒരു ദർശനം തന്നു. ആമേൻ. അത് ഞാൻ ചുരുക്കി പറയാം. ഹല്ലേലൂയ. ഒറ്റ കാര്യമേ ഉള്ളൂ. ഹല്ലേലൂയ. നീ ഇപ്പോൾ എന്തായിരിക്കുന്നോ അതിനെ നീ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഹല്ലേലൂയ. നീ എന്തിപ്പോൾ ആയിരിക്കുന്നോ ചേഞ്ച് വേണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. ഹല്ലേലൂയ. ഇപ്പോൾ നീ എന്തായിരിക്കുന്നോ ചേഞ്ച്. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ നീ ആയിരുന്നതിൻ്റെ കുഴപ്പമല്ല, പക്ഷേ എൻ്റെ പദ്ധതി ഡിഫറൻറ്റാ. ആമേൻ. എൻ്റെ പദ്ധതി മേൽത്തരമാ. ഹല്ലേലൂയ. ആമേൻ. കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ സ്വർഗത്തിന് നിന്നെപ്പറ്റി പദ്ധതിയുള്ളത് കൊണ്ട്, ഹല്ലേലൂയ, കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യാൻ അത് സ്വർഗത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട്, ഹല്ലേലൂയ, അവൻ നിന്റെ പദ്ധതി വ്യത്യസ്തമാ, നിന്റെ റൂട്ടുകൾ വ്യത്യസ്തമാ. ആമേൻ. ഒരു ദർശനം നിനക്ക് വേണ്ടി തന്നെങ്കിൽ ആ ദർശനത്തിന് മുന്നിൽ സകലതും തുടങ്ങി വെക്കുന്ന ദൈവം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു അതിനെ പൂർത്തി വരുത്തുമെന്ന് അത് വിശ്വസിക്കുന്നവർ. ഹല്ലേലൂയ. ആമേൻ. ജോസഫ് കണ്ട സ്വപ്നം എന്താ? തന്റെ സഹോദരന്മാർ തന്നെ വണങ്ങുന്നു. ആമേൻ. കണ്ടപ്പോ ഈ സ്വപ്നം എവിടെങ്കിലും ദൃശ്യമാണോ? എവിടെങ്കിലും കാണാൻ കഴിയുമോ? ചിന്തിക്കാൻ കഴിയുമോ മനസ്സുകൊണ്ട്? ഞാൻ ഈ അദൃശ്യ മണ്ഡലം നിങ്ങൾ പറയുമ്പോൾ വസ്തുക്കൾ മാത്രമല്ല, കരുതലുകളുണ്ട് അതിനകത്ത്, ദൈവപ്രവർത്തികളുണ്ട് അതിനകത്ത്.
നമ്മുടെ ശുശ്രൂഷകളുണ്ട് അതിനകത്ത്. ആമേൻ. നമ്മുടെ വിടുതലുകളുണ്ട് അതിനകത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അദൃശ്യ മണ്ഡലത്തിനകത്തു നിന്ന് ഓപ്പറേറ്റ് ആയി വരും, അത് പുറത്തു വരും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോ, ഹല്ലേലൂയ, ശ്രദ്ധിക്കണേ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോ എത്ര ഉണ്ടായിരുന്നു അപ്പം? 5. മീൻ എത്ര ഉണ്ടായിരുന്നു? 2. കഴിക്കാനുള്ളവർ എത്ര പേരുണ്ടായിരുന്നു? 5000 പുരുഷന്മാർ. സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണം പറയുന്നില്ല, കുറഞ്ഞത് ഒരു 20,000 എങ്കിലും കാണും. ആമേൻ. 5 അപ്പവും 2 മീനും കൊണ്ട് എങ്ങനെയാ ഇതിനെ കൊണ്ടുവന്നേ? ഹല്ലേലൂയ. അദൃശ്യ മണ്ഡലത്തിനകത്തു നിന്ന് സ്വർഗം ഇതിനെ വിളിച്ചു വരുത്തി. ഹല്ലേലൂയ. ഇന്നും നീ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നിന്നെ നിറയ്ക്കാൻ, ഹല്ലേലൂയ, അവൻ അദൃശ്യ മണ്ഡലത്തിനകത്തു നിന്ന് ചിലതിനെ വിളിച്ചു വരുത്താൻ എന്റെ സ്വർഗം ഇന്നും ശക്തനാ.